നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തുകൂട്ടിയ തെറ്റുകളെയൊക്കെ ഓർത്ത് വിഷമിച്ചാത്തവരായ ആരുണ്ട്? ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മായ്ച്ചു കളയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ മായ്ച്ചു കളയുക മാത്രമല്ല, ആ ചെയ്ത തെറ്റുകളെയൊക്കെ നന്മകളാക്കി മാറ്റാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാലോ? ആ ഒരു അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും അല്ലേ? എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് ഒരു ക്ലീൻ സ്ലേറ്റിൽ ഒന്നുകൂടെ തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറുതെ മായ്ക്കുന്നതിനെക്കുറിച്ചല്ല, അതിനേക്കാൾ എത്രയോ വലുതായ ഒരു സമ്പൂർണ്ണ രൂപാന്തരണത്തെക്കുറിച്ചാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നമ്മുടെ പാപങ്ങളെ നന്മകളാക്കി മാറ്റാൻ കഴിയുന്ന അവിശ്വസനീയമായ ഒരു സാധ്യതയുണ്ട്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ അത്ഭുതകരമായ മാറ്റത്തിലേക്കുള്ള വാതിലിന്റെ പേരാണ് തൗബ. എന്താണ് ഈ തൗബ എന്ന് നമുക്ക് നോക്കാം. അപ്പോ തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം എന്നർത്ഥം വരുന്ന ഒരു അറബി വാക്കാണ്. ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഴയ വിശ്വാസങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും പശ്ചാത്തപിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നതിനെയാണ് തൗബ എന്ന് പറയുന്നത്. എന്നാൽ ഒരു മുസ്ലിമിന്റെ കാര്യത്തിൽ താൻ ചെയ്തുപോയ ഒരു പ്രത്യേക പാപം പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് മടങ്ങിവരുന്നതിനാണ് തൗബ എന്ന് പറയാം. കണ്ടില്ലേ, ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇസ്ലാം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരൊറ്റ തീരുമാനം അത് തന്നെയാണ് ഏറ്റവും വലിയ പശ്ചാത്താപം. അത് അവരുടെ ഭൂതകാലത്തെ മുഴുവൻ മായ്ച്ചു കളയുന്നു. എന്നാൽ ഒരു വിശ്വാസിക്ക് താൻ ചെയ്തുപോയ ഒരു തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരികെ വരുന്നതാണ് പശ്ചാത്താപം. ചില വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ ആ കണക്കുപുസ്തകം മുഴുവനായി റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. ഒരു കംപ്ലീറ്റ് ഫ്രഷ് സ്റ്റാർട്ട് പോലെ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 3 കാര്യങ്ങൾ, അതായത് ഇസ്ലാം സ്വീകരിക്കുന്നത്, അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഹജ്ജ് ചെയ്യുന്നത്, പിന്നെ ദൈവമാർഗത്തിൽ നാടുപേക്ഷിച്ചു പോകുന്നത്, ഇവയൊക്കെ ഒരാളുടെ മുൻകാല പാപങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന്. ഇതൊരു കംപ്ലീറ്റ് വൈപ്പ് ഔട്ടാണ്. ഈ ആശയം വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമുണ്ട്. ഒരുപാട് പ്രായമായ, തനിക്കിനി ഒരു രക്ഷയുമില്ലെന്ന് കരുതിയ ഒരാൾ പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ ലോകത്തുള്ള എല്ലാ പാപങ്ങളും ചെയ്ത ഒരാൾക്ക് പൊറുക്കുമോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, താങ്കൾ മുസ്ലിമായോ? അദ്ദേഹം സാക്ഷ്യം പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു നൽകി, ആത്മാർത്ഥമായി നന്മകൾ ചെയ്താൽ അല്ലാഹു ആ പഴയ പാപങ്ങളെല്ലാം നന്മകളാക്കി മാറ്റുമെന്ന്. ഇത് കേട്ട ആ വൃദ്ധൻ സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് വരുന്നത്. പാപങ്ങൾ വെറുതെ മായ്ക്കപ്പെടുകയല്ല, മറിച്ച് അത് നന്മകളായി തന്നെ മാറുന്നതിനെക്കുറിച്ച് ഖുറാനിലുള്ള ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു വചനം. ഖുറാനിലെ സൂറത്തുൽ ഫുർഖാനിലെ 70-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. എന്താണിതിന്റെ അർത്ഥമെന്നറിയാമോ? അങ്ങനെയുള്ളവരുടെ തിന്മകളെ, അതെ, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കളയുമെന്ന്. പല പണ്ഡിതന്മാരും പറയുന്നത് ഖുറാനിലെ തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന വചനമാണിതെന്നാണ്. അത്രയ്ക്കും ശക്തമാണ് ആ വാഗ്ദാനം. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ആലങ്കാലിക പ്രയോഗം മാത്രമല്ല, ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ഒരാളുടെ കർമ്മങ്ങളുടെ രേഖയിൽ നിന്ന് ആ പാപം നീക്കം ചെയ്യപ്പെടുകയും അതിന്റെ സ്ഥാനത്ത് ഒരു നന്മ രേഖപ്പെടുത്തുകയും ചെയ്യും. ന്യായവിധി നാളിൽ നടക്കുന്നൊരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഒരാളെ കൊണ്ടുവരും. അയാളുടെ പാപങ്ങളുടെ 99 ചുരുളുകൾ, ഓരോന്നും കണ്ണെത്തുന്ന ദൂരത്തോളം നീളമുള്ളത്. അതുകണ്ട് അയാൾ ആകെ നിരാശനാകും. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയ ഒരു ചെറിയ കാർഡ് കൊണ്ടുവരുന്നത്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആ ഒരൊറ്റ കാർഡിന് പാപങ്ങളുടെ 99 ചുരുളുകളെക്കാളും ഭാരമുണ്ടാകും. അയാൾ രക്ഷപ്പെടും. ആത്മാർത്ഥമായ വിശ്വാസത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്നാണിത് കാണിച്ചു തരുന്നത്. ശരി, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രായോഗികമാക്കാം? ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ പശ്ചാത്താപം ആത്മാർത്ഥവും സ്വീകാര്യവുമാക്കാൻ എന്താണ് വേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളോട് ഒരിക്കലും പാപം ചെയ്യാത്തവരായി ജീവിക്കാനല്ല ആവശ്യപ്പെടുന്നത്. അത് അസാധ്യമാണ്. മറിച്ച് നമ്മുടെ ദിശ ശരിയാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് വേണ്ടത്. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യലെന്ന ഉറപ്പല്ല, മറിച്ച് ശരിയായ പാതയിലേക്ക് മടങ്ങാനുള്ള ആത്മാർത്ഥമായ ഒരു തീരുമാനമാണ് പ്രധാനം. നമ്മുടെ പശ്ചാത്താപം ആത്മാർത്ഥമാക്കാനുള്ള ഒരു 4 വഴികൾ നോക്കാം. ഒന്നാമതായി,
ചെയ്ത പാപത്തിന്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്നതിനു പകരം ആ സ്ഥാനത്ത് ഒരു നന്മ ചെയ്ത് അതിന്റെ സന്തോഷം അനുഭവിക്കുക. 2. പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകളിലെ പോരായ്മകൾക്കും മാപ്പ് ചോദിക്കുക. 3. ഇനി പാപം ചെയ്യില്ലെന്ന് തീരുമാനിക്കുന്നതിനോടൊപ്പം ഒരു നല്ല കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. 4. നമ്മൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി നമുക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത മറ്റൊരാൾക്ക് നന്മ ചെയ്യുക. ഇത് നമ്മുടെ കർമ്മങ്ങളെ കൂടുതൽ ശുദ്ധീകരിക്കും. അപ്പോഴൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഖേദങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം നേടാനുള്ള താക്കോലായി മാറിയാലോ? അതാണ് പശ്ചാത്താപത്തിന്റെ യഥാർത്ഥ ശക്തി. അത് ഭൂതകാലത്തെ വെറുതെ മായ്ക്കുകയല്ല, അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.